നാം ഇന്ന് ജീവനോട് നിൽക്കുന്നത്. നമ്മുടെ ഭക്തനായ മോശയുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. അവൻ ഭക്തനായ മോശ ജനിക്കുന്ന കാലഘട്ടത്ത് അവൻ മോശയ്ക്ക് തൊട്ടു മുൻപ് പിൻപിലും ജനിച്ച എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ഇസ്രായേൽ കൊല്ലപ്പെട്ട ഒരു കാലഘട്ടമാണ്. നൈൽ നദിയിലേക്ക് വലിച്ചെറിയുക, അവൻ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക, അവൻ കുഞ്ഞുമക്കൾ എല്ലാവരും മരിക്കുന്ന ആ കാലഘട്ടത്ത് ഭക്തനായ മോശ ജനിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തനായ മോശയെ അവൻ കരങ്ങളിലെടുത്ത് അവൻ ഭക്തനായ മോശയുടെ അപ്പനും അമ്മയും അവൻ ഒളിപ്പിച്ചു വെച്ചു. മിരിയാമിനോട് പറയുകയാണ്, അവൻ മോശയ്ക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അവൻ നോക്കുവാൻ പറഞ്ഞു. ഒരു ഞാങ്ങണപ്പെട്ടി ഒരു പണിത് ആ പെട്ടകത്തിനകത്ത് ഭക്തനായ മോശയെ വെച്ച് വെള്ളത്തിലൂടെ ഒഴുക്കി വിടുകയാണ്. അവൻ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന സമയത്ത് ഈ ഭക്തനായ മോശ അവൻ നൈൽ നദിയിലൂടെ ഒഴുകി വരുമ്പോൾ അതിനകത്തൊരു സന്ദേശം വിളിച്ചു പറയുന്നുണ്ട്. അവൻ ആ നൈൽ നദിയിൽ അനേകം കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് അനേകം ഡെഡ് ബോഡികൾ അതിനകത്ത് കിടക്കുമ്പോൾ, അനേകം കുഞ്ഞുങ്ങളുടെ ശവം കിടക്കുമ്പോൾ ആ ശവത്തിന്റെ മുകളിലൂടെ ഈ പെട്ടി അവൻ ഒഴുകി വരികയാണ്. അവൻ ഭക്തനായ മോശ ജീവനോടുകൂടെ ഒഴുകി വരികയാണ്. ഇതിനകത്ത് ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. അവൻ നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ 91 സങ്കീർത്തന പുസ്തകത്തിൽ പറയുകയാണ്, നിന്റെ വശത്ത് 1000 പേർ വീഴും, നിന്റെ വലതു വശത്ത് 10,000 പേരും, എന്നാൽ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കി കാണുക മാത്രം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയാണെങ്കിൽ അവൻ അനേകം മരണം സംഭവിക്കുമ്പോൾ ആ മരണത്തിന്റെ മുകളിലൂടെ അവൻ ഭക്തനായ മോശ ഒഴുകിപ്പോയതുപോലെ കഴിഞ്ഞ 2020 അവൻ 21, 22 അവൻ ഇവിടെ നോക്കണമേ 25 വർഷം വരെ അവൻ ഈ 5 വർഷത്തിനകത്ത് നാം ഇന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ എത്ര പേരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ആ മരണത്തിന്റെ നിഴലിലൂടെ അവൻ 1000ങ്ങളെയും 10,000 ബോഡിയും കണ്ടപ്പോൾ അവൻ അനേകരെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മെ ദൈവം സംരക്ഷിച്ചതിന് പിന്നിൽ അവന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഭക്തനായ മോശയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നതുപോലെ നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന് അസാധാരണമായ ചില പദ്ധതികൾ ഉണ്ടെന്ന് ദൈവാത്മാവ് ഈ സഭയോട് ഓർമ്മപ്പെടുത്തുന്നു. അവൻ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ ഒരു നൈൽ നദിയും നിന്നെ മുക്കിക്കളയത്തില്ല. അവൻ ഒരു മരണവും നിന്നെ തുറക്കില്ല. മരണമെന്ന ശാപത്തെ മാറ്റി ഇന്ന് ജീവനുള്ള സാക്ഷിയായി ഓരോരുത്തരും ദൈവം നിർത്തിയതിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവൃത്തീകരിക്കാൻ നമ്മെ ജീവനോടുകൂടെ ശേഷിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഭക്തനായ മോശയുടെ ജീവിതത്തിനകത്ത് അവൻ എവിടെയാണോ ഭക്തനായ മോശയെ തകർക്കാം എന്ന് ചിന്തിച്ചത്, അവൻ ഏത് രാജകൊട്ടാരത്തിൽ വെച്ചാണോ അവൻ ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചത്, അവൻ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് മോശ വളർന്നുവെങ്കിൽ ഒരു ദൈവാലോചന വിളിച്ചു പറയാം, നിന്നെ ശത്രു എവിടെ തകർക്കുമെന്ന് ചിന്തിക്കുന്നു, നിന്നെ ശത്രു എവിടെ ഇല്ലായ്മ ചെയ്യുമെന്ന് ചിന്തിക്കുന്നു, അതേ സ്ഥാനത്ത് ദൈവം സാക്ഷിയാക്കി നിർത്തും. അതേ സ്ഥാനത്ത് ദൈവം നിന്നെ ഉയർത്തുവാനിടയാകും. അവൻ വാക്യത്തിലുള്ള ഒരുവനെ ഒരിക്കലും അവൻ ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഭക്തനായ മോശയുടെ ജീവിതം നോക്കുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് 40 വർഷം, അവൻ മരുഭൂമിയിൽ 40 വർഷം, കനാൻ ദേശത്തിലേക്ക് പുറപ്പെടുന്ന 40 വർഷം, അവൻ 120 ഭക്തനായ മോശയുടെ ആയുസ് എന്നത്. എന്നാൽ നോക്കണം, ഭക്തനായ മോശ ഫറവോന്റെ കൊട്ടാരത്തിനകത്തായിരിക്കുമ്പോൾ ആയുധ പരിചയമുള്ള മോശ, അവൻ നന്നായിട്ട് അവനെ പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന, അവൻ അത്രത്തോളം വാക്ചാതുര്യമുള്ള ഒരു ഭക്തനായിരുന്നു ഭക്തനായ മോശ. എന്നാൽ ആടുകളെ മേയിച്ച് 40 വർഷമാകുന്ന സമയത്ത് ഭക്തനായ മോശയുടെ നാവ് തടിച്ച നാവുള്ളതായി മാറി. എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് സംസാരിക്കുന്നില്ല, വ്യക്തികളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആടുമായിട്ട് മാത്രം സംസാരിച്ച് നടക്കുന്ന ഭക്തനായ മോശയുടെ നാവ് തടിക്കുവാനിടയായി. പഴയതുപോലെ അവൻ നാവ് വഴങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും അവൻ ഏതെങ്കിലും രാജ്യത്തൊക്കെ പഠിപ്പിക്കാൻ വിടുകയാണെങ്കിൽ അവരുടെ നാവിൽ പഴയതുപോലെ മലയാളം വരത്തില്ല. ഭക്തനായ മോശക്കറിയാം, പഴയതുപോലെ മിസ്രൈമിൽ പോയി സംസാരിക്കാൻ പറ്റത്തില്ല. വിക്കനായ മോശ എന്ന് നാം അറിയപ്പെടുന്നു. വിക്കനായ മോശ എങ്ങനെയാണ് വിക്കനായത്? 40 വർഷം എന്ന് പറഞ്ഞിട്ട് ആടിനെ മേയിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് കാണാത്ത ഒരു മുൾപ്പടർപ്പിന്റെ തീയെ ഭക്തനായ മോശ ഹോരേബ് പർവ്വതത്തിൽ കണ്ടുവെങ്കിൽ ഇന്ന് ആരോടൊക്കെ ദൈവാത്മാവ് വിളിച്ചു പറയാണ്, ജീവിതത്തിനകത്ത് അവൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അവൻ കയറി ചെല്ലുവാൻ കഴിയാത്ത ചില മേഖല, അവൻ വീട് നിന്ന് മാറി നിൽക്കുന്ന ചില അവസ്ഥകൾ, എന്നാൽ അവിടെ നിന്നൊക്കെയും
ആരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചില എൻകൗണ്ടർ, ദൈവമായി കൂട്ടിമുട്ടുന്ന അവസ്ഥ ദൈവം നൽകുവാനിടയാകും. ചില നിയോഗങ്ങൾ ദൈവം നൽകുവാനിടയാകും. ഹല്ലേലൂയ. നിയോഗം കൈമാറിയ ഭക്തനായ മോശ വീണ്ടും ഹോരേബ് പർവ്വതത്തിൽ പോയിട്ട് വരുമ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നോക്കണമേ, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരുവന്റെ ത്വക്കിനെ പ്രകാശിപ്പിച്ചുവെങ്കിൽ ഇന്നും ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുവാൻ താല്പര്യമുള്ളവരെ ദൈവം പ്രകാശിപ്പിക്കുവാനിടയാകും. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം നോക്കണമേ, 40 ദിവസം ഭക്തനായ മോശ ഉപവസിച്ചു. 40 ദിവസം കർത്താവ് യേശു ക്രിസ്തു ഉപവസിച്ചു. ഉപവസിക്കുന്ന ഭക്തനായ മോശയെ ദൈവകരങ്ങൾ ദൈവം ഉപയോഗിക്കുവാനിടയായി. കർത്താവ് യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചു. അതിനുശേഷം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവ് ചെയ്യുവാനിടയായി. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് ഈ വെള്ളിയാഴ്ച ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോൾ നമ്മുടെ ത്വക്ക് പ്രകാശിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാൻ, ഭൂതങ്ങൾ അലറി ഓടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാൻ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിക്കാം. ദൈവസന്നിധിയിൽ ഭക്തനായ മോശ ചോദിച്ച ഒരൊറ്റ കാര്യം, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിന്ന് നയിക്കരുത്. തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നയിക്കരുത്. ഞാൻ ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭക്തനായ മോശ തിരുസാന്നിധ്യം അനുഭവിച്ചത് ഹോരേബ് പർവ്വതത്തിന്റെ മുകളിൽ പോയി ദൈവത്തെ കാത്തിരുന്ന് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഭക്തനായ മോശ ശേഷം കൂടാരത്തിലിരിക്കുമ്പോൾ നൂനിന്റെ മകനായ യോശുവ കൂടെ ഉണ്ടായിരുന്നു. ആ കൂടാരത്തിനകത്ത് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നോക്കണം, ഞാനൊന്ന് വിളിച്ചു പറയാം. നാം ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ദൈവവുമായി നാം സംസാരിപ്പാൻ റെഡിയാണെങ്കിൽ, ആ തിരുസാന്നിധ്യം നാം സഭയിൽ നിന്ന് അനുഭവിക്കുകയാണെങ്കിൽ, നാം ജോലി ചെയ്യുന്ന മേഖലകളിൽ, നാം ആയിരിക്കുന്ന ഭവനത്ത് സകലത്തിന്മേലും തിരുസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചു പറയുന്ന ദൈവമേ, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിന്ന് നയിക്കരുത്. ഇത് തിരുസാന്നിധ്യത്തിന്റെ പോകുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ തിരുസാന്നിധ്യത്താൽ നിറയുവാൻ തക്കവണ്ണം ദൈവസ്ഥാനിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിക്കാൻ. ദൈവത്തിന് നമ്മുടെ മേൽ, ഓരോരുത്തരുടെ മേൽ ദൈവത്തിന് അസാധാരണമായ പദ്ധതികളുണ്ട്. ദൈവം നമ്മുടെ മേലൊക്കെയും ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. നമ്മൾ കാണുന്നത് പോലെയോ നാം ചിന്തിക്കുന്നത് പോലെയല്ല. അതിനപ്പുറത്ത് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ നമുക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഭക്തനായ മോശയ്ക്കറിയാം താൻ ബലഹീനനാണ്. തനിക്ക് പഴയതുപോലുള്ള ഒരു വാക് സാമർഥ്യമില്ല. ഒന്ന് പറയുവാനോ പ്രവർത്തിക്കുവാനോ സ്വന്തം ശക്തിയില്ല. സ്വന്തം ശക്തി കൊണ്ട് ചെങ്കടൽ തുറക്കാൻ പറ്റത്തില്ല. സ്വന്തം ശക്തി കൊണ്ട് അവന് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ അദൃശ്യമായ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നതിനാൽ അടയപ്പെട്ട വാതിൽ തുറക്കുവാനിടയായി. ഇന്ന് വിളിച്ചു പറയണം, സ്വന്തം ശക്തിയും ബുദ്ധിയും മാറ്റിവെച്ച് ദൈവശക്തിക്കും ദൈവ പദ്ധതിക്കും പൂർണ്ണമായ ഒരു പ്രാധാന്യം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ചില അസാധാരണമായ ദൈവ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയാകും. ദൈവ കൃപ കൊണ്ടാണ് നാം ഓരോരുത്തരും ജീവനോട് കൂടെ ഇരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനത്തിൽ ഭക്തനായ മോശയോട് ദൈവം പറയുകയാണ്, യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഭക്തനായ നോഹയുടെ ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെയും പറയപ്പെടുന്ന ഒരു കാര്യമാണ്. ആ വാക്യം വായിക്കാമോ? 8-ാമത്തെ വചനത്തിൽ പറയുകയാണ്, യഹോവ ചെന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതായത് അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ജലപ്രളയം വരുന്നതിന് മുമ്പ് നോഹയെ രക്ഷിപ്പാൻ ഒറ്റ കാര്യം എന്നത് നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. നോഹയ്ക്ക് മറ്റാർക്കും ലഭിക്കാത്ത ഒരു കൃപ നോഹയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ജലപ്രളയത്തിനും നോഹയെ മുക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ദുഷ്ടന്മാരൊക്കെയും വചനത്തിൽ പറയുകയാണ്, വഴിപ്പിൽ നിർത്തിയിരിക്കുന്നുവെന്ന്. അവർ ഏത് നിമിഷവും വീഴാം. എന്നാൽ പാറമേൽ നിൽക്കുന്ന ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ, ഒരു ദൈവജനത്തെ ദൈവം ഒരിക്കലും തകർക്കത്തില്ല. വഴുതി വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല.
ഹല്ലേലൂയ. നോക്കണമേ, നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ ദൈവത്തിന് ചില പദ്ധതികൾ ചെയ്യുവാനുണ്ട്. 40 സംവത്സരം ആടുകളെ മേയിച്ച് നടക്കുന്ന ഭക്തനായ മോശ ഇപ്രകാരം ചിന്തിക്കും, അവൻ എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അവൻ ഇനി എന്റെ ജീവിതത്തിൽ ആടുമേച്ചൊക്കെയും ജീവിച്ച് ഇവിടെ നിന്ന് അവൻ മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും എനിക്കുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത്, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനത്ത് ഭക്തനായ മോശയുടെ അരികിലേക്ക് മുൾപ്പറപ്പിൽ തീ കത്തി മോശയെ ആ നിയോഗത്തിലേക്ക് വിളിച്ച് അവൻ മോശയെ ജനലക്ഷങ്ങളെ നയിക്കുന്ന ഒരു നേതാവാക്കി ഭക്തനായ മോശയെ മാറ്റിയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ ചില മരുഭൂമിയുടെ അവസ്ഥകൾ ഉണ്ടാകും. അവൻ ആരും പറഞ്ഞാലും അനുസരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആടുകൾ ഉണ്ടാകും. അവൻ അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ മറ്റാർക്കുമില്ലാത്ത ചില കഷ്ടതകൾ, ഒറ്റപ്പെടൽ അനുഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഓർക്കുക, നമ്മുടെ മേലുള്ള വാക്തത്വം ചെറുതല്ല, നമ്മുടെ വാക്തത്വം വലുതാണ്. ഹല്ലേലൂയ. ഒരു വലിയൊരു നിയോഗം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റാർക്കുമില്ലാത്ത ചില അനുഭവങ്ങൾ, മറ്റാർക്കുമില്ലാത്ത വിഷയങ്ങൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. നോക്കണമേ, ഇന്ന് ദൈവസഭയ്ക്കകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ. കർത്താവേ, തിരുസാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണം. തിരുസാന്നിധ്യം കൊണ്ട് എന്റെ ഭവനത്തെ നിറയ്ക്കണം. കിടക്കയിൽ സ്വർഗം സംസാരിക്കണം. ദൈവത്തിന്റെ നിയോഗവുമായി അവൻ പുറപ്പെടുവാൻ, ദൈവത്തിന്റെ ആയുധമായി ഉപയോഗിക്കുവാൻ ദൈവകരങ്ങളെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിക്കാമോ? ഒരു നിമിഷം ദൈവസ്ഥലം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? അവൻ ദൈവം നമ്മെ ഉന്നത വിളിയാലാണ് നമ്മെ വിളിച്ചിട്ടുള്ളത്. ഉന്നത വിളി. അവൻ ഉറ്റോരും ഉടയോരും ഒക്കെയും തള്ളിക്കളയുമ്പോൾ അവൻ നമ്മെ ഉയർത്തിയത് അവൻ ദൈവമാണ്. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ഉറ്റോരും ഉടയോരും ഒക്കെ തള്ളിക്കളയുമ്പോൾ നമ്മെ കരം പിടിച്ച് ഉയർത്തിയത്, നമ്മെ സന്തോഷത്തോടെ വഴി നടത്തിയത് സകലതും അവൻ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമുക്ക് അവൻ ദൈവത്തെ അവൻ ആരാധിച്ച് കരം പഠിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്.
പാദങ്ങളത്ത് ഒരുമിച്ചായിരിക്കാനും കർത്താവെ ദൈവവചനം കേൾക്കുവാനും ബലപ്പെടുവാനും സ്വന്തം ഇടയാക്കിയല്ലോ. കർത്താവെ ദൈവത്തിന്റെ നിയോഗവുമായി മുന്നോട്ട് ചലിപ്പാൻ തക്കവണ്ണം സ്വർഗം ബലഹീനത കവിഞ്ഞൊഴുകുന്ന ദൈവശക്തിയുടെ കർത്താവ് നിറയ്ക്കണമേ. കർത്താവെ മോശയോട് കൂടെ ഇരുന്നതുപോലെ യോശുവയുടെ കൂടെ ഇരുന്നതുപോലെ കർത്താവെ സകലരുടെയും കൂടെ കർത്താവായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുടെ സെഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ അവൻ എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്നു, അവൻ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഞാൻ അനുഭവിച്ചു വന്നു, എനിക്ക് വേണ്ടി ചെങ്കടൽ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ തക്ക സമയം വാതിൽ തുറന്നു നൽകിയത് പറവാൻ തക്ക വന്നു. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവൃത്തികളും എനിക്ക് വേണ്ടി എന്റെ തലമുറകൾക്ക് വേണ്ടി ചെയ്തു വന്ന് പറവാൻ തക്ക വന്നു. ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചില പറവോന്റെ ശക്തികൾ അവസാനിക്കട്ടെ. കർത്താവേ കുടുംബത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന പറവോന്റെ ശക്തികളെ ജയിക്കുവാൻ തക്കവണ്ണം സ്വന്തം അഭിഷേകം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന അവൻ പറവോന്റെ ശക്തികളെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവശക്തി കർത്താവ് നിറയ്ക്കണമേ. ഇന്ന് കർത്താവെ ഫറവോന്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം പുറപ്പെട്ടതുപോലെ അവൻ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവെ സ്വർഗീയ കനാലിലേക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് വേഗതയിൽ അവൻ വിശ്വാസ ഓട്ടക്കളത്തിൽ ഓടുവാൻ തക്കവണ്ണം ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗ സകലം ബലപ്പെടുത്തുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ബലത്തോടുകൂടെ ഭവനത്തിലേക്ക് പോകുവാൻ കർത്താവ് വൈകുന്നേരം അവൻ കോട്ടേജ് മീറ്റിംഗിനകത്ത് അവൻ ഒരുമിച്ച് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ അസാധാരണമായ ദൈവപ്രവൃത്തി പോലെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണം. സകല ഒരിക്കൽ കൂടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കാവലും കൂടിയിരിക്കുന്നവരുടെ മേലും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കിരിക്കുമാറാകട്ടെ. ആമേൻ. ആർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ.